എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. മകളെ നിരവധി പേർക്ക് കാഴ്ചവെച്ച പിതാവിന് ജീവപര്യന്തം. പടച്ചോനെ, ഇവനൊരു മനുഷ്യനാണ്. എന്താ ഗഫൂർക്ക് അങ്ങക്ക് നൊസായോ? ഒറ്റക്ക് വർത്താനം പറയണ്ടല്ലോ. അല്ല മൊയ്തീനെ, ഈ വാർത്ത ഉണ്ടോ? ബാല്യക്കാരത്തിയായ സ്വന്തം മോളെ അച്ഛനെന്ന് പറയുന്ന ഒരു ഹംക്ക് 100 കണക്കിന് ആൾക്കാർക്ക് വിറ്റീന്ന്. ഇതിലും ഭേദ ചങ്ങായിക്ക് ആ പെണ്ണിന്റെ ഇറച്ചി തൂക്കി വെക്കണതിന്. ആ സംഗതി ഞാനും അറിഞ്ഞു. എന്തായാലും ഓന് ജീവപര്യന്തം തടവ് കിട്ടിയല്ലോ. കൊലക്ക എടോ, ഇതിനൊക്കെ ജീവപര്യന്താണെങ്കില് കൊലക്കയർ ഏത് കുറ്റത്തിനാണ് കൊടുക്കുക? തൂക്കിക്കൊല്ലണടോ, തൂക്കിക്കൊല്ലണം അങ്ങനത്തെ സൈത്താന്മാരെ. ഉണ്ടാക്കി അച്ഛൻ മോളെ വിക്ക. ഹൈ ഛേ, നാണക്കേട്. പടച്ചോനെ, നമ്മളെ ജോസല്ലേ ഓടിപ്പാഞ്ഞു വരുന്നത്. ഇനി ഓനും വല്ല പീഡന കേസിലും പെട്ടോ? ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലാണിപ്പോ. പ്രശ്നം അങ്ങാടിയിൽ ഭയങ്കര പ്രശ്നം. എന്തേ, വല്ല പീഡനവും നടന്നോ? അതൊന്നല്ല, ചോര പൈതലിനെ ഒരമ്മ 200 രൂപയ്ക്ക് വിറ്റ് ആള് കൂടിയിട്ടുണ്ട്. എന്തിനാ? കുഞ്ഞിനെ വാങ്ങാനാ? മിണ്ടാണ്ട് കിടമോന്റെ. അല്ല ജോസേ, ആരാണത് വാങ്ങിയത്? ആരോ ആയിക്കോട്ടെ ഗഫൂർക്ക, എന്നാലും നൊന്ത് പെറ്റ അമ്മ തന്നെ കുഞ്ഞിനെ വിൽക്കാന്ന് പറഞ്ഞ നമ്മുടെ നാട് എങ്ങോട്ടാ പോണത്? നല്ലൊരു ആൺകുട്ടി. നാടെങ്ങോട്ടും പോണില്ല ജോസേ, നാട്ടുകാരല്ലേ പോണത്. ആദ്യമൊക്കെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് എന്നായിരുന്നു വലിയ വലിയ ആൾക്കാരൊക്കെ പാടി നടന്നത്. അങ്ങനെ വെളിച്ചത്തിലെത്തിയപ്പം പിന്നെ ഈ ഇരുട്ടിലേക്ക് പോകാനാണ് ആൾക്കാർക്കൊക്കെ പൂതി. ആ പോക്കിലാണ് ഇമ്മാതിരി പടച്ചോന് ഓർക്കാൻ പറ്റാത്ത തോന്നിയാസങ്ങൾ നമ്മൾ കാട്ടിക്കൂട്ടുന്നത്. പേടിയാവണ് ഗഫൂർക്ക. അച്ഛൻ മോളെ വിൽക്കുക, അമ്മ കുഞ്ഞിനെ വിൽക്കുക. ഓ, ഇന്റെ പേടി ഇതൊന്നും അല്ല മൊയ്തീനെ. ഇതിലും വലിയൊരു വാർത്ത കേൾക്കേണ്ടി വരുമല്ലോ എന്നോർത്തിട്ടാണ്. എന്ത് വാർത്ത? പറയാൻ തന്നെ പേടിയാണ് മോനെ. നിങ്ങള് പറ ഗഫൂർക്ക. ഇന്നമ്മ സ്വന്തം ആൺകുഞ്ഞിനെ 200 രൂപയ്ക്ക് വിറ്റ്. നാളെ ഏതെങ്കിലും ആണൊരുത്തൻ സ്വന്തം പെറ്റമ്മനെ 100 രൂപയ്ക്ക് വിറ്റാലോ? ഈ നോക്കിക്കോ, ഈ കോലത്തിലാണ് സംഗതി പോണതെങ്കിൽ ഗഫൂറാണ് പറയണത് ഞമ്മള് പെറ്റമ്മനെ നാട്ടുകാർക്ക് വിൽക്കും, പേടിച്ചിരുന്നോളി.